പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹൊക്കാഗയുടെ കല്ലറ കാണിക്കുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ കുറേണ അവളുടെ പൂവിനെ നോക്കി നിൽക്കുകയാണ്. അവളുടെ പൂക്കള് അതൊന്നൊന്നായിട്ട് വാടി താഴെ വീഴുമ്പോ അവക്ക് എന്തൊക്കെയോ സംശയം തോന്നും. അസുമ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോന്ന് അവള് പേടിയോടുകൂടെ ചിന്തിക്കും. അപ്പൊ അതേ സമയത്ത് ഇവിടെ അസുമയ്ക്ക് യാതൊരു അനക്കവും ഇല്ലാതെ രക്തം തുളുമ്പി അവൻ താഴേക്ക് വീഴും. വില്ലൻ പറയും അങ്ങനെ അവസാനം ഇപ്പൊ ഒരുത്തന്റെ കാര്യത്തിൽ തീരുമാനായി. അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഷിക്കമരു ആവട്ടെ നോ എന്നും പറഞ്ഞ് അലറിക്കാറി ഇപ്പൊ മാസ്റ്ററുടെ അടുത്തേക്ക് ഓടി വരും. അവൻ സ്പീഡിൽ ഓടുമ്പോ അവന്റെ കാല് വെട്ടി അങ്ങനെ താഴേക്ക് വീഴും. ഇവിടെ കാഗസു പറയും ഇവന്റെ കഥ അത് കഴിക്കാൻ സമയമായില്ലേ. അതിന് ഹീഡൻ പറയും സമയമായി, എത്രയും പെട്ടെന്ന് ഞാനത് ചെയ്യും. അപ്പൊ പതിയെ പതിയെ ഇപ്പൊ ഹീഡന്റെ ശാപക്കറ അതവന്റെ ബോഡിയിൽ നിന്ന് മായാനായിട്ട് തുടങ്ങും. ഷിക്കമൊരു വീണ്ടും ഇപ്പൊ ചാടി എഴുന്നേറ്റ് വില്ലന്മാരുടെ നേർക്ക് ഓടി വരും. അപ്പാ വില്ലൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ചൊനിയനെ ഇപ്പൊ ഷിക്കമരുവിന് നേരെ വലിച്ചെറിയും. ചൊനിയൻ ഷിക്കമരുവിനെ ഇടിച്ചു തെറിച്ച് അവര് രണ്ടുപേരും അങ്ങനെ തെറിച്ചു പോവും. ഷിക്കമരുവിനുടനെ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കി അവൻ പേടിച്ചു പറിച്ച് ഇപ്പൊ കണ്ണു തുറക്കും. അപ്പാ വില്ലന്മാർക്ക് ചുറ്റും ഇപ്പൊ ഒരുപാട് കാക്കകൾ പറക്കുന്നതായിട്ട് ഷിക്കമരു കാണും. ഉടനെ വലിയൊരു കൈ വന്ന് ഇപ്പൊ കാഗസൂനെ അറഞ്ചം പൊറഞ്ച് ഇടിക്കുകയാണ്. അതാരാണെന്ന് നോക്കിയാല് ഈനോയുടെ ടീം. ഷിക്കമരു ഓടി വന്ന് ഇപ്പൊ ആസുമ സെൻസായിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ചെക്ക് ചെയ്യും. ബീറ്റ് കേൾക്കുമ്പോ ഇപ്പൊ ഷോക്കായിട്ട് പറയും മാസ്റ്റർ എത്രയും പെട്ടെന്ന് നമുക്ക് ലീഫ് വില്ലേജിൽ എത്തിക്കണം. അവിടെയുള്ള മെഡിക്കൽ ടീംസിന് മാത്രമേ മാസ്റ്ററിന്റെ ജീവൻ അത് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോ അപ്പൊ കറക്റ്റ് ടൈമില് ഇപ്പൊ കാഗസു അവന്റെ അടുത്തേക്ക് ചാടി വീഴും. നിങ്ങളെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ ഫൈറ്റ് ചെയ്യുമ്പോ ഈനോയുടെ ടീമിലെ വേറൊരു ചുനിയും വന്ന് ഇപ്പൊ വില്ലനുമായിട്ട് ഫൈറ്റ് ഇടാൻ തുടങ്ങും. അവൻ വിളിച്ചു പറയും ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് മാസ്റ്ററിനെ കൊണ്ട് പോ. ഹീഡൻ അത് നോക്കി നിൽക്കുമ്പോ അവൻ ആരോ ഒരു ഇൻഫർമേഷൻ അയക്കാൻ തുടങ്ങും. അതാരാണെന്ന് നോക്കിയാല് ലോങ് ഷോട്ടിലായിട്ട് അക്കാസ്കി മെമ്പേഴ്സിന്റെ ആ ഒരു ഹെഡ്. അവനിപ്പോ ദേഷ്യപ്പെട്ട് പറയും ഞാൻ ഒരുപാട് നേരമായി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇനിയും താമസിച്ചാല് അത് വലിയ കുഴപ്പമാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു ടൂ ടൈൽ മോൺസ്റ്ററിന് അവനെ കണ്ടുപിടിക്കണം. അത് കേട്ടിട്ട് ഹീഡൻ പറയും ഇവരുടെ കാര്യം അത് പെട്ടെന്നൊരു തീരുമാനാക്കാം, എന്നിട്ട് ഞങ്ങൾ ഉടനെ എത്താന്ന് പറയുമ്പോ അതിനാ ഹെഡ് ദേഷ്യപ്പെട്ട് പറയും എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് തിരികെ വരണം. അത് കേൾക്കുമ്പോ വേറെ വഴിയില്ലാതെ ആ രണ്ട് വില്ലന്മാരും ഇപ്പൊ തിരിച്ചു പോകാൻ തുടങ്ങും. ഇവിടെ ഷിക്കമരു ആവട്ടെ ആസുമയെ തൂക്കിയെടുത്ത് വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ നോക്കാണ്. അതിനാ ഹീഡൻ അവൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു പറയും അവനെ കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല, അവൻ ഉടനടി മരിക്കും. അവര് രണ്ടുപേരും ഇപ്പൊ അവിടെ ഇൻവെസിബിൾ ആവുമ്പോ ഇവിടെ ഈനോ ആവട്ടെ അവളുടെ മെഡിക്കൽ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ മാസ്റ്ററിനെ അങ്ങനെ ഹീൽ ചെയ്യാണ്. മാസ്റ്റർ പറയും നേരം കടന്നുപോയി, ഇനി നിങ്ങൾ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അവൻ എന്റെ മെയിൻ മെഡിക്കൽ സ്പോട്ട് 4 ഇപ്പൊ അടിച്ചു തകർത്തിരിക്കുകയാണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ ഈനോയ്ക്ക് അവക്ക് ഒരുപാട് വിഷമം വരും. ഷിക്കമരു മാസ്റ്ററിനോട് ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും ദയവ് ചെയ്ത് ഒന്നും മിണ്ടാതിരിക്കെ. ആസും അവസാനമായിട്ട് പറയും തേർഡ് ഹൊക്കാഗ പറഞ്ഞത് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ ഒരുപാട് സമയമെടുത്തു. ഈ അവസാന നിമിഷത്തിലാണ് എനിക്കത് മനസ്സിലായെന്ന് പറയുമ്പോ ആ 4 ചുനിയൻസും ഇപ്പൊ അസുമയുടെ അടുത്തേക്ക് വരും. അസുമ പറയും എന്റെ അവസാന വാക്ക് അത് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. അതിന് ചോച്ചി പറയും ദയവ് ചെയ്ത് മാസ്റ്റർ ഇപ്പൊ സംസാരിക്കരുത്, ഇപ്പോഴെങ്കിലും ഞങ്ങൾ പറയുന്നത് അങ്ങ് കേൾക്കണം. അതിന് ഷിക്കമരു പറയും ഈനോ നീ നിന്റെ മെഡിക്കൽ ഗെഞ്ചിപ്സു അത് കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്ക്. അപ്പൊ ആസ്മ മാസ്റ്റർ ഇപ്പൊ ഈനോയോട് സംസാരിക്കാൻ തുടങ്ങും. ഈനോ നീയാണ് ഈ ടീമിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ആള്. ചോച്ചിയും ഷിക്കമരുവും അവരെപ്പോഴും ഒരുപാട് ലേസി ആയിട്ടാണ് നടക്കുക, അതുകൊണ്ട് അവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറയും. അവൾ അതിന് തലയാട്ടിയിട്ട് ഇപ്പൊ ഒരുപാട് വിഷമത്തില് തല കുനിച്ചു പിടിക്കും. ആവശ്യമില്ലാതെ സാക്കുറയായിട്ട് ഫൈറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് മാസ്റ്റർ ഇപ്പോ ചോച്ചിയോട് സംസാരിക്കാൻ തുടങ്ങും. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു നിഞ്ചയാണ് നീ, നിനക്ക് ഒരുപാട് കഴിവും അതിനനുസരിച്ച് കോൺഫിഡൻസും ഉണ്ട്, പക്ഷെ കുറച്ച് ഡയറ്റ് അത് ഇനിയെങ്കിലും നീ ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോ അതിന് ചോദിച്ച് കരഞ്ഞോണ്ട് പറയും എന്നെ കൊണ്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ കഴിയില്ല എന്ന് മാസ്റ്ററിന് അറിയാവുന്നതല്ലേ. അവസാനമായിട്ട് എനിക്ക് ഷിക്കമരുവിനോടാണ് ഇപ്പൊ സംസാരിക്കാനുള്ളത്. നിന്നെപ്പോലെ ഇത്രയും കഴിവും പവറും ഉള്ള ഒരു ഷിനോബിനെയാണ് നമ്മുടെ ഗ്രാമത്തിന് ഇന്ന് ആവശ്യം. നിന്റെ കഴിവ് വെച്ച് നിനക്കൊരു ഹൊക്കാഗ പോലും ആവാൻ കഴിയും, പക്ഷെ എനിക്കറിയാം നിനക്കതൊന്നും ഇഷ്ടമല്ലാന്ന്. പക്ഷെ നിന്റെ കഴിവുകള് അത് വെറുതെ പാഴാക്കി കളയരുത്. ഷോഗി ഗെയിമില് എനിക്ക് ഒരിക്കൽ പോലും നിന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ രാജാവിന്റെ കഥ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലെന്ന് മാസ്റ്റർ ചോദിക്കുമ്പോ ചിക്കമരു ആവട്ടെ പണ്ട് മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങള് അതൊന്നായിട്ട് ഇപ്പൊ ആലോചിക്കും. ഈ ഒരു ഷോഗി ഗെയിമാണ് നമ്മുടെ ലീഫ് വില്ലേജ്. ഈ ഗെയിമില് നീ ഒരു കുതിരയാണെന്ന് പറയുമ്പോ അതിന് ഷിക്കമരു ചോദിക്കും ഞാൻ കുതിരയാണെങ്കില് മാസ്റ്റർ ഇതിൽ ആരാ? അപ്പൊ മാസ്റ്റർ
ആ ഒരു സാക്രിഫൈസ് ഡയസ് എടുത്ത് അവന് കാണിച്ചു കൊടുക്കും. ഇപ്പോഴെങ്കിലും രാജാവ് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? അതിന് ഷിക്കമരു പറയും, അതെ എനിക്ക് മനസ്സിലായി, ഹൊക്കാഗെയല്ലേ രാജാവ്. അതിന് മാസ്റ്റർ പറയും, ഞാനും ഇത്രയും കാലവും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഹൊക്കാഗെ അല്ല യഥാർത്ഥ കിങ്. അത് സമയാവുമ്പോ നീ തീർച്ചയായിട്ടും മനസ്സിലാക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ആസുമ മാസ്റ്റർ പറയും, ആ സമയം അതിപ്പോ വന്നിരിക്കുകയാണ്. ദ റിയൽ കിങ് അതാരാണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അസുമ ഇപ്പോ ഷിക്കമരുവിന്റെ ചെവിയില് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയും. അത് കേട്ട് ഷിക്കമരു ആവട്ടെ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അവൻ ചോദിക്കും, അപ്പൊ അതുകൊണ്ടാണോ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നത് പോലും നിർത്തിയത്? മാസ്റ്റർ പറയും, എന്റെ പോക്കറ്റില് ഒരു സിഗരറ്റ് ഉണ്ട്, എനിക്ക് അവസാനമായിട്ട് ഒറ്റ തവണ ഒരു സിഗരറ്റ് വലിക്കണം. ഷിക്കമരു പതിയെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ഇപ്പൊ മാസ്റ്റർക്ക് വെച്ചു കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താല് മാസ്റ്റർ ആദ്യമായിട്ട് ഈനോ, ഷിക്കമരു, ചോച്ചി ഇവരെ 3 പേരെ കാണുമ്പോഴും സിഗരറ്റ് വലിച്ചായിരിക്കും അകത്തേക്ക് വരിക. അവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോ മാസ്റ്റർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ കരയണേ? അതിന് അവര് പറയും, ഒന്നുമില്ല, മാസ്റ്ററിന്റെ സിഗരറ്റിന്റെ പുക, അത് കാരണം കണ്ണെരിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോ കരയുന്നേ. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താല് ഇപ്പൊ പ്രസന്റില് നമ്മുടെ 3 സ്വത്തുമണികളും ഇപ്പൊ മാസ്റ്ററിനെ നോക്കി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ചോച്ചി അവൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് ചെറുപ്പത്തില് മാസ്റ്റർ അവന് ബാർബിക്യൂ മേടിച്ചു കൊടുത്തത്, അവൻ വലിച്ചു വാരി തിന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ ആലോചിക്കും. അപ്പൊ അസുമ പറയും, നീ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ വലുതാവുമ്പോ നീ ഒരു ഫാറ്റ്സോ എന്ന് പറയുമ്പോ ഷിക്കമരു ആവട്ടെ മാസ്റ്ററിന്റെ വാ അത് പൊത്തിപ്പിടിക്കും. കാരണം ചോച്ചിക്ക് അവനെ ആരും ഫാറ്റ്സോ എന്ന് വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഈനോ അവളും ഫ്ലാഷ് ബാക്കിലുള്ള ചില കാര്യങ്ങള് ഇപ്പൊ ആലോചിക്കും. ആദ്യമായിട്ട് മാസ്റ്റർ അവളുടെ കടയിൽ വന്ന് പൂ വാങ്ങിച്ചത് ഈനോ അത് ആർക്കാണെന്ന് ചോദിക്കുമ്പോ മാസ്റ്റർ പറയും, ഒന്നുമില്ല, എന്റെ ഷോക്കേസിൽ വെക്കാനായിട്ട് വാങ്ങിയതാണെന്ന് അവളോട് മറുപടി പറയും. അതിന് ഈനോ ചിരിച്ചിട്ട് പറയും, കുറേണ മാസ്റ്ററോട് എന്റെ അന്വേഷണം പറയണമെന്ന്. കട്ട് ചെയ്താ ഇപ്പൊ ആസുമ സെൻസായി ആദ്യമായിട്ട് ആ ഒരു സോഗി ഗെയിം അത് ഷിക്കമരുവിന് പഠിപ്പിച്ചു കൊടുത്തത് ഇപ്പൊ ആലോചിക്കുകയാണ്. അവനുമായിട്ട് ഗെയിം കളിച്ചതിൽ പിന്നെ ഒരു തവണ പോലും മാസ്റ്റർ ജയിച്ചിട്ടില്ല. പിന്നീട് ആദ്യമായിട്ട് ചോനീൻ എക്സാമില് ഷിക്കമരു മാത്രമേ അന്ന് ജയിച്ചിട്ടുണ്ടാവൂ. ബാക്കി 2 പേരും വിഷമിച്ച് നിൽക്കുമ്പോ അത് കണ്ട് മാസ്റ്ററിന് ഒരുപാട് വിഷമാവും. പിന്നീട് എല്ലാവരും ചോനിയനായതിനു ശേഷം മാസ്റ്റർ അവർക്ക് ഓരോ ഇയറിങ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ആ സ്റ്റഡ് കൊടുത്ത് അവസാനമായിട്ട് മാസ്റ്റർ പറഞ്ഞത്, ഇന്നു മുതല് ഞാൻ മാസ്റ്ററും നിങ്ങൾ ശിഷ്യന്മാരും അല്ല, നമ്മളെല്ലാവരും ഒരു ടീമാണ്. കട്ട് ചെയ്താ ഇപ്പൊ ആസുമ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ആളുടെ വായിലുള്ള സിഗരറ്റ് അത് പതിയെ ഇപ്പൊ താഴേക്ക് വീഴും. നമ്മുടെ ആസുമ മാസ്റ്റർ അവിടെ മരിച്ചു പോവാണ്. ഇത് ശരിക്കും ഒരു സങ്കട സീനാണ്. ഈനോ മാസ്റ്ററിനെ കെട്ടിപ്പിടിച്ച് കരയും. ചോച്ചി ആവട്ടെ അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പോഴാണെങ്കില് ഭയങ്കര മഴയും പെയ്യും. ഷിക്കമരു ആവട്ടെ ഒന്നും മിണ്ടാതെ ഇപ്പൊ മുൻപോട്ട് നടക്കും. ഷിക്കമരു മഴയത്ത് ഇപ്പൊ പൊട്ടിക്കരയും. അപ്പൊ അതേ സമയം ആ സിഗരറ്റിന്റെ തീ അത് മഴവെള്ളം വീണ് ഇപ്പൊ അങ്ങനെ അണഞ്ഞു പോവും. കട്ട് ചെയ്താ ഇവിടെ കുറേണ സെൻസായിക്ക് അവൾക്കൊന്നും മനസ്സിലാവില്ല. അവൾ ആ കോരിച്ചൊരിയുന്ന മഴ അത് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.